ഹലോ കൂട്ടുകാരെ, സേമിയ പായസം ഇഷ്ടമില്ലാത്ത ആരും കാണൂലല്ലോ. സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് സേമിയ വേഴ്സിമില്ലി 200 ഗ്രാം. അത് വറുത്തതും മേടിക്കാൻ കിട്ടും, വറുക്കാത്തതും മേടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വറക്കാത്തതാണ്. വറക്കാത്തതായതുകൊണ്ട് അത് പൊടിയായിട്ട് നുറുക്കി ഉരുളി ചൂടാക്കി അതിലേക്ക് ഇട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് 1 ലിറ്റർ പാല്, 200 ഗ്രാം വേഴ്സിമില്ലി, കാഷ്യൂനട്ട്, മുന്തിരി, പഞ്ചസാര. ആദ്യം തന്നെ ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ നെയ്യ് ഒഴിക്കും. കാഷ്യൂനട്ടും മുന്തിരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, അത് നെയ്യിലേക്കിട്ട് നല്ലപോലെ മുരിച്ചെടുക്കണം. ബ്രൗൺ കളറാകുന്നവരെ 1 മിനിറ്റ് ഇളക്കിയാൽ മതി. എന്നിട്ട് അത് ഒരു അരിപ്പക്കയിൽ കോരിയെടുത്ത് വെക്കാം. ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സേമിയ ഇട്ട് ലോ സ്പീഡിലിട്ട് ഗ്യാസ് കത്തിച്ച് ഇതാക്കണം. ബ്രൗൺ കളറാകുന്നവരെ ഇളക്കണം. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാല്, പശുവിൻ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്, 1 ലിറ്റർ പാല് അതിലേക്ക് ഒഴിക്കും. 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ വെള്ളം ഒഴിച്ച് കൂടെ തന്നെ ഇതിന് 200 ഗ്രാം ഇതിന് 1.5 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ചേർക്കാം. ചേർത്ത് കഴിഞ്ഞ് ഗ്യാസ് ഓണാക്കി ലോ സ്പീഡിലിട്ട് തന്നെ ഇളക്കി തിളപ്പിക്കണം. ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. തിളയ്ക്കുമ്പോഴത്തേക്കും തിളച്ച് വരും. പാല് കുറുകി ആവണം. ലോ സ്പീഡിലിട്ട് ഇളക്കിയാൽ മതി. അടിക്ക് പിടിക്കാതെ ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ 1 സ്പൂൺ ഏലക്ക പൊടിച്ചത്, ഏലക്ക പൊടിക്കാനായിട്ട് മിക്സിയിൽ ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് വേണം പൊടിച്ചെടുക്കാൻ. അപ്പം നല്ലപോലെ പൊടിയായിട്ട് കിട്ടും. ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി നല്ലപോലെ കുറുക്കിയെടുക്കണം. 5-6 മിനിറ്റ് കൊണ്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് റെഡിയാവും. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും മുന്തിരിയും കൂടെ ഉള്ളത് ഇതിൻ്റെ മേലെ ഇട്ട് വീണ്ടും ഇളക്കണം. പാകത്തിന് വേഴ്സിമില്ലി സേമിയ വെന്ത് വരുമ്പോഴത്തേക്കും പാലും തിളച്ച് പായസം നല്ല പാകമാകും. ഇത് ഒരു 200 ഗ്രാമും 1 ലിറ്റർ പാലും കൂടി എടുക്കുമ്പോഴത്തേക്കും ഒരു 10-12 പേർക്ക് കുടിക്കാനുള്ള 12 ഗ്ലാസ്സോളം സേമിയ പായസം ഉണ്ടാവും. എല്ലാവരും തയ്യാറാക്കി കുട്ടികൾക്കും കൊടുത്ത് എല്ലാവരും കഴിക്കുക. ഓക്കേ.